ഹായ് ഗായ്സ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ, ഞാൻ കുറേ തെത്തിപ്പൂ, തുളസിയിലയും നന്ദ്യാർവട്ടവും പിന്നെ കൂവളവും എല്ലാം കൂടി ചേർത്ത് ഭഗവാന് വേണ്ടിയും ദേവിക്ക് വേണ്ടിയും കൃഷ്ണന് വേണ്ടിയൊക്കെ ഞാൻ മാല കെട്ടിയതായി പറഞ്ഞിരുന്നില്ലേ. അതിപ്പോൾ എല്ലാം കെട്ടിയിട്ടുണ്ട്, അതെല്ലാം നിങ്ങളെ കാണിക്കും. ഇതാണ് കൂവളത്തിൻ്റെ മാല. 2 വലിയ മാല ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ കൂവളവും നന്ദ്യാർവട്ടവും ചേർത്തൊരു മാല കെട്ടി. അത് എങ്ങനെയുണ്ട്, കൊള്ളാം. എല്ലാവരും അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയണം. മാല ഞാൻ കെട്ടി ഭഗവാന് നല്ല സന്തോഷത്തോട്. പിന്നെ ചെത്തിപ്പൂ കൊണ്ടൊരു മാല ഉണ്ടാക്കി, ചെത്തിപ്പൂ മാത്രം കൊണ്ട് ദേവിക്ക് ചാർത്താനായി അങ്ങനെ അടിപൊളിയായിട്ട് ചെത്തിപ്പൂവും നന്ദ്യാർവട്ടവും കൂടി ചേർത്ത് വേറൊരു മാല ഉണ്ടാക്കി. എല്ലാം നല്ല ഭംഗിയായിട്ട് ഇത് കൃഷ്ണൻ, ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന ഞങ്ങളുടെ കൃഷ്ണൻ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കെട്ടിയതാണ് കേട്ടോ. ഈ മാല 2 എണ്ണം. അത് അവിടെ ഭഗവാനിട്ട് അതിന് ശേഷം ഇപ്പോൾ തുളസിയിലയും ചെത്തിപ്പൂവും നന്ദ്യാർവട്ടവും ചേർത്തുണ്ടാക്കി. പിന്നെ ഇത് തുളസിയിലയും നന്ദ്യാർവട്ടവും ചേർത്തുണ്ടാക്കി. ഇത് കൃഷ്ണനിടാൻ. ഇതെല്ലാം ചേർത്ത് എനിക്ക് വളരെയധികം ഒരുപാട് സന്തോഷം തോന്നിയ രാവിലെ ഉച്ചയായപ്പോൾ ഇരുന്നതാണ്. 5 മണിയൊക്കെ ആയപ്പോഴാണ് കെട്ടിത്തീർന്നു. എങ്ങനെയുണ്ട് ഗൈസ്? എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്നത്. എന്നെയും എൻ്റെ വീഡിയോയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റ് ഷെയറും എനിക്ക് ഒരുപാട് വിലപ്പെട്ടതാണ്. ഒരുപാട് നന്ദി. താങ്ക് യു.